എൻ്റെ ക്ലാസ്സിൽ പഠിക്കണ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടി നിനക്ക് വേറെ ഏതെങ്കിലും ചേട്ടൻ നോക്കിക്കൂടെ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവർക്കൊക്കെ പേടി, ചേച്ചിയുടെ കൊച്ചിലേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യൂ, ഞാൻ ഭ്രാന്തരാള. ഇവരൊക്കെ വിളിച്ച് പറയും, മോളിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നല്ല, ഒരു ഫോട്ടോ കണ്ടല്ല നിക്കറിടണത്. മറ്റുള്ളവരെ വെച്ചിട്ട് നമ്മളെ വിലയിരുത്തുമായിരുന്നു. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരങ്ങനെ പറയൂലേ, അവരിങ്ങനെയല്ലേ ചെയ്യണത്, നീ ഇങ്ങനെ നടക്കാൻ പാടുണ്ട, നീ അങ്ങനത്തെ ഇടരുത്, നീ ഇങ്ങനത്തെ ഇടരുത്. ഇവരെ ഒന്നും ഉണ്ടായില്ല, ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എണ്ണി അമ്മേനെ കാണിച്ചു കൊടുത്തു, അമ്മേ അവരെവിടെ, ഈ പറഞ്ഞ ആൾക്കാരെവിടെ, നമ്മുടെ കൂടെയുള്ള ഞങ്ങളല്ലേ, ഞങ്ങൾ പറഞ്ഞൊന്ന് കേട്ടോളൂ. സീരിയസ്ലി ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കണത്, അതല്ലാണ്ട് ഒരു നല്ല ഫോട്ടോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സത്യയോട് ഞാൻ ചേട്ടനെ പറയാറുണ്ട്, വീട്ടിലെല്ലാവരുടെയും കൂടെ നിൽക്കണ ഒരു ഫോട്ടോ എടുത്ത് വെക്ക്. എന്നിട്ട് ഞാൻ റീസെന്റ് ആയിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഒരു ഫോട്ടോ ഫ്രെയിമാണ്, വീട്ടിന്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം. എൻ്റെ വീട്ടിലതില്ല. ആരെങ്കിലും ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയും, അച്ഛനായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയും. അതുപോലെ തന്നെ ഫാദേഴ്സ് ഡേയുടെ ഞാൻ സ്റ്റാറ്റസ് കാണാറില്ല. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഏട്ടനും ചേച്ചി അങ്ങനെയുള്ളവര് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവൂ അല്ലേ. അവര് പോയി കഴിഞ്ഞാൽ കൂടെയുള്ള ആരും നമുക്ക് സ്വന്തമല്ല. കരയല്ലേ അനക്കെ, അതല്ല ആ ഉള്ളുന്ന ഒരു ഫീലിങ് ഇത് വന്നതാണ്. പറയാം, ഭയങ്കര സന്തോഷമുണ്ട്. അതെ, പക്ഷെ എന്നാലും നമ്മളുടെ വീട്ടില് നമ്മളുടെ പാരന്റ്സ് ഉള്ള സമയമാണ് നമുക്ക് ഏറ്റവും നല്ല ടൈം. അതെ, ഇപ്പോഴും അങ്ങനല്ല. ആരെങ്കിലും ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയും, അച്ഛനായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയും. അതുപോലെ തന്നെ ഫാദേഴ്സ് ഡേയുടെ ഞാൻ സ്റ്റാറ്റസ് കാണാറില്ല. എനിക്ക് ഭയങ്കര വിഷമം വരും. സത്യയോട് ഞാൻ ചേട്ടനെ പറയാറുണ്ട്, വീട്ടിലെല്ലാവരുടെയും കൂടെ നിൽക്കണ ഒരു ഫോട്ടോ എടുത്ത് വെക്ക്. എന്നിട്ട് ഞാൻ റീസെന്റ് ആയിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഒരു ഫോട്ടോ ഫ്രെയിമാണ്, വീട്ടിന്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം. എൻ്റെ വീട്ടിലതില്ല. സീരിയസ്ലി ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കണത്, അതല്ലാണ്ട് ഒരു നല്ല ഫോട്ടോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ന്യൂസാണ്. ഭയങ്കര ആരും വിശ്വസിക്കണില്ല പറഞ്ഞിട്ട്, ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ വലിക്കൂല, കുടിക്കൂല, അങ്ങനെ ഒരു ചീത്തക്കെട്ടുകളൊന്നുമില്ല. ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനി അടിക്കാൻ പോകൂല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര പെട്ടെന്നായിരുന്നു. എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടി എന്നെ ഒരു മനുഷ്യന് ഇഷ്ടമല്ല. അത് വിട്. അല്ല, അതാണ് പറഞ്ഞത്, അച്ഛനും അമ്മയും ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വർഗം. അവര് ഒരാൾ പോകുമ്പോഴേ നമുക്ക് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് നേരം മനസ്സിലാവാം. എൻ്റെ അമ്മ കുറെ പഠിച്ച്, അമ്മ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കമ്പയർ ചെയ്യില്ല, മറ്റുള്ളവരെ വെച്ചിട്ട് നമ്മളെ വിലയിരുത്തുമായിരുന്നു. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരങ്ങനെ പറയൂലേ, അവരിങ്ങനെയല്ലേ ചെയ്യണത്, നീ ഇങ്ങനെ നടക്കാൻ പാടുണ്ട, നീ അങ്ങനത്തെ ഇടരുത്, നീ ഇങ്ങനത്തെ ഇടരുത്. ഇവരെ ഒന്നും ഉണ്ടായില്ല, ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എണ്ണി അമ്മേനെ കാണിച്ചു കൊടുത്തു, അമ്മേ അവരെവിടെ, ഈ പറഞ്ഞ ആൾക്കാരെവിടെ, നമ്മുടെ കൂടെയുള്ള ഞങ്ങളല്ലേ, ഞങ്ങൾ പറഞ്ഞൊന്ന് കേട്ടൂടെ. അതിനുശേഷം അമ്മ മനസ്സിലാക്കി. അമ്മ പഠിച്ച്, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. അമ്മ പഠിച്ച് മറ്റുള്ളവരെ വെച്ച് മക്കളെ കമ്പയർ ചെയ്യും. മറ്റുള്ളവരെ വെച്ചിട്ട് നല്ല ഞാൻ ഷോർട്സ് ഒക്കെ ഇടും. എൻ്റെ ചേച്ചിമാര്, എൻ്റെ കസിൻസ് തന്നെ ഫോണുള്ളത്, മറ്റേ ഈ ഫോൺ ഉണ്ടല്ലോ, ടച്ച് ഫോൺ ഉള്ളവർക്കൊക്കെയാണ് നമുക്കറിയാലോ. വിളിച്ചു പറയണത് അമ്മൂമ്മയ്ക്ക് ഇരിക്കും, ചിറ്റമ്മാമ, ഇവരൊക്കെ വിളിച്ചു പറയും, മോളിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നല്ല, ഒരു ഫോട്ടോ കണ്ടല്ല നിക്കറിടണത്, നിക്കറിട്ട് നിക്കണ ഫോട്ടോ ഉണ്ടല്ലോ, എന്നെ വിളിച്ചു ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ, അപ്പോഴായിരിക്കും അമ്മ അറിയണത് ഞാൻ മറ്റേ ഹൈഡ് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ടീംസ് ആയിരുന്നു പണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്റെ വീട്ടിൽ നടക്കുന്ന വേഷമല്ലേ, എന്റെ അമ്മക്ക് അറിയാവുന്ന, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങി. അപ്പൊ ബാക്കിയുള്ളവരിങ്ങനെ പറയുമ്പോ അമ്മക്ക് അത് ഭയങ്കര താഴ്ന്നു പോണ സീനാണ്. അപ്പൊ ഏതൊരു അമ്മക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നെ ആൾക്കാരത് വിളിച്ചു പറയുമ്പോഴേക്കും കണ്ടിട്ടില്ലെങ്കിലേ, അതെ അതെ അതെ, കാണിച്ചു കൊടുക്കും, ഇത് കണ്ട. അതായത് നമുക്ക് ഊഹിക്കുക ആരൊക്കെയാണ് പറയണത്, ആരൊക്കെയാണ് പറയാത്തെന്ന് ഊഹിക്കുക. എന്നിട്ട് മുതിർന്നവരായിരിക്കും ഇത് വിളിച്ച് പറയണത്. അപ്പോഴായിരിക്കും പാവന്റെ അമ്മ കാണുന്നത്. അങ്ങനെ ആയിരിക്കും എന്റെ വീട്ടിൽ പൊട്ടിത്തെറിയണം. സകല പൊട്ടിത്തെറികളും ഇങ്ങനെയാണ് ഉണ്ടായിരിക്കണത്. അല്ലാണ്ട് എന്റെ അമ്മ കണ്ട്, എന്റെ അച്ഛന് ഇഷ്ടം,
അച്ഛൻ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളാ. അച്ഛനെ കൊണ്ട് ഞങ്ങൾക്ക് മറ്റേ ഫോൺ കുറെ യൂസ് ചെയ്യും അച്ഛൻ. അത് മാത്രമേ എന്തെങ്കിലും കുറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഓവറായിട്ട് ചെയ്യണമെങ്കിൽ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പറയാം. വഴക്കൊന്നും പറഞ്ഞിട്ടില്ലേ? വഴക്ക് പറയും, വഴക്ക് കുറെ പറയും, ഓടിച്ചിട്ട് തല്ലും, ഓടിച്ചിട്ട് തല്ലാറുണ്ട് പണ്ട് മുതലേ. അത് രാവിലെ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ ഡ്രസ്സിന് ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് ഇവിടെ കൊണ്ട് മറ്റേ അലക്കണ കല്ലിൽ കൊണ്ടുപോയിരുത്തിയിട്ട് ഒരൊറ്റ വെള്ളം കൊടങ്ങാമെത്തിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ കുളിച്ചത്. അതുകൊണ്ട് ഇപ്പൊ നല്ല അങ്ങനെ വളർത്തി വന്നോണ്ട് നല്ല ബോൾഡായി, ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നല്ല ബോൾഡാണ്, സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ഇല്ലേ? സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു, അത് ഒരു ഭയങ്കര വലിയ കാര്യമാണ്. എന്നുവെച്ചാ പിന്നെ അശ്വലിനെക്കാളും കൂടുതൽ ഭയങ്കര ബോൾഡ് അനഘയാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ? അത് പറയാറുണ്ട്. എന്റെ വീട്ടില് എന്നെ ഭയങ്കര ആങ്കൊച്ച് ആയിട്ടും എനിക്ക് പണിയൊന്നും അധികം അറിഞ്ഞൂടെ, വീട്ടുപണി. പക്ഷെ പുറത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അക്ഷയ, റേഷൻ കട, വീട്ടിലെ കാര്യങ്ങൾ, പച്ചക്കറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. വീടിന്റെ വെളിയിലേക്കുള്ള കാര്യങ്ങള്, വീടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്റെ അനിയത്തി ചെയ്യും. അപ്പൊ അതൊരു അച്ഛൻ മരിച്ച സമയത്ത് അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും, മീൻസ് അമ്മ ഹോസ്പിറ്റലിലായി, യൂട്രസ് റിമൂവ് ചെയ്യണം. ആ ഒരു ടൈമിലൊക്കെ വീടിന്റെ വെളിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ പോയി എല്ലാ കാര്യങ്ങളും ശരിയാക്കി. അപ്പൊ എന്റെ കുറെ പേരൊന്നും ചോദിച്ചു, ഇത്ര പെട്ടെന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാ? പറഞ്ഞു, ഞാൻ പോയി ചെയ്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. ചെയ്യാറ്. അപ്പൊ നല്ലൊരു പാർട്ട്ണറെയാണ് കിട്ടിയേക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ഇപ്പൊ പിന്നെ അച്ഛനും അമ്മയായിട്ടൊക്കെ എങ്ങനെ അശ്വലിന്റെ നല്ല എല്ലാവർക്കും അറിയാം, വീട്ടിലൊക്കെ പോവോ? അടുപ്പിക്കാറൊന്നുമില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. സമ്മതമാണോ? കല്യാണം ഒന്നും ഇപ്പോഴും ഉണ്ടാവോ? ഇല്ല, അത് നമ്മ രക്ഷപ്പെട്ടിട്ട് എന്താണ് കോടീശ്വരനായിട്ട്. അങ്ങനെ റീലുണ്ടല്ലോ, സെലിബ്രിറ്റി ആയിട്ട് എങ്ങനെയാണ് നടക്കേണ്ടത്? ഹെലികോപ്റ്ററിന് വീടിന്റെ ടെറസിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്ന വലിയ നടനാവണം അങ്ങനെയൊക്കെ ആഗ്രഹമില്ലേ? അത് ചെറുപ്പം തൊട്ടേ ഉണ്ട്. നടനാവണമെന്നുണ്ട്, പക്ഷെ നമുക്കത് ചെറുപ്പത്തിലൊക്കെ പറയാനായിട്ടൊരു പേടിയായിരുന്നു. നമ്മുടെ ഒരു ഈ മോന്തയൊക്കെ വെച്ചിട്ട് നടനാവണമെന്നൊക്കെ പറഞ്ഞ അട്ടി കിട്ടുമെന്നൊക്കെ ഉള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്കൊരു പ്ലസ് 2 ഡിഗ്രിക്കൊക്കെ കയറി തുടങ്ങിയ സമയത്താണ്. അപ്പോൾ അവിടെ നാടകമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ അഭിനയിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ രീതിയിലൊക്കെ. പിന്നെ എനിക്ക് എന്നെ കിട്ടിയ കൂട്ടുകാരന്മാരും ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞ് നടക്കണതാണ്. അവൻ അതിനുള്ള ആഗ്രഹമുണ്ട്. വിഷ്ണു രാജേഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് ഇങ്ങനെ ഡയറക്ടർ ആവുന്നു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയി, നമ്മുടെ കൂടെ അങ്ങനെ ഒരാളാണല്ലോ, അങ്ങനെയാണ് എനിക്ക് നടനാവണമെന്ന് ആഗ്രഹം. അങ്ങനെയാണ് പിന്നെ യൂണിവേഴ്സിറ്റി നാടകത്തിൽ അഭിനയിച്ച് സ്കിറ്റൊക്കെ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് വെബ് സീരീസിലൊക്കെ അഭിനയിച്ചു തുടങ്ങി കൊറോണ സമയത്തൊക്കെ. അവിടെ നിന്നാണ് ഒരു സിനിമ കിട്ടിയത്. സിനിമ ഏതായിരുന്നു? എല്ലാം സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് നമ്മ വിചാരിച്ച അത്ര റീച്ചിലേക്ക് അത് എത്തിയില്ല. പുതുമുഖങ്ങളായിരുന്നു എല്ലാരും. എന്നാലും ഞാൻ പറയുന്നു, പിന്നെ അശ്വലിന്റെ ഒരു കഴിവ് വെച്ച് അടുത്ത് തന്നെ ഒരു നടനാവും, സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കാണണം അല്ലേ? പിന്നെ സ്വന്തം വീഡിയോ കാണുമ്പോ പിന്നെ പ്രശ്നം വരിക അങ്ങനെ എന്തോ, അതുകൊണ്ടാണ് വീഡിയോ കാണിക്കുമ്പോൾ കുറച്ചൊരു പ്രശ്നം. ഞാൻ അതാ വീഡിയോ പ്ലേ ചെയ്യാത്തത്. എനിക്ക് എന്നെ തന്നെ കാണാനായിട്ട് എനിക്കല്ല താല്പര്യമില്ല, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു സാധനം ഇങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ കാര്യം എടുത്ത് നോക്കില്ല? എടുത്തു നോക്കും, നോട്ടിഫിക്കേഷൻസ് കമന്റ്സ് ഒക്കെ എടുത്തു നോക്കും, അല്ലാതെ വീഡിയോ കാണില്ല. വീഡിയോ ഇടക്കൊക്കെ കാണും, ആദ്യമൊക്കെ ഇട്ട് കാണും. പിന്നെ മീൻസ് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ കയറണ്ടെന്നൊക്കെ നോക്കി എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും നോക്കും. പിന്നെ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ശരിയായിട്ടില്ല. അല്ല അതില്ല, അതെല്ലാവർക്കും വീഡിയോ കാണുമ്പോഴുള്ളത്. നമുക്ക് നമ്മുടെ തന്നെ വീഡിയോ കാണുമ്പോ ഒരു ആരെങ്കിലും അടുത്തിരുന്ന് കാണുമ്പോ നമ്മള് മാറ്റെന്ന് പറയില്ലേ, ആ സാധനമല്ലേ? ഞങ്ങള് ജ്യൂസിൽ പോയപ്പോ, ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കടയിൽ പോയപ്പോ ഇപ്പറൊരു നാരോ നമ്മുടെ വീഡിയോ ഇട്ടു. നിങ്ങളെ കാണാതെ, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയാണ്ട് ഇട്ട്. അന്ന് മിക്സഡ് ഇമോഷൻ ആയിരുന്നു. എന്താ ചെയ്തെന്നോ ഞങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ മൊത്തം നിങ്ങൾ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫീഡില്. ഞാൻ പറയില്ലേ, വളരെ കുറച്ച് പേരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി, കുറച്ച് പേരട്ടാ. അപ്പൊ ഇവരൊന്ന് പറയുമ്പോഴും ടെൻഷനാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവളുടെ കാര്യമല്ല, എന്റെ കാര്യമാണ്. ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണത് അവർക്ക് ഇഷ്ടപ്പെട്ട, എന്നുവെച്ചാൽ അവർ അത്രയും കാര്യമായിട്ടോന്ന് പറയുമ്പോ
അതെനിക്കൊരു പ്രശ്നമാണ്. ആ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ച് വർത്താനം പറയുന്നൊക്കെ ഞാൻ- നമ്മൾ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അശ്വിൻ ആ, അതുപോലെ തന്നെയാണെന്ന്. അങ്ങനെയാണെന്ന് പക്ഷെ വിചാരിക്കും. പെട്ടെന്ന് സംസാരിക്കുമ്പോ ആ ഓക്കെ അങ്ങനെ പറയുമ്പോ ഓ പിന്നെന്താ ഒരു അതെ ജാടയാണല്ലോ. ജാടയാണ്. ആ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ അവര് അങ്ങനെയല്ല ഇങ്ങനെ- ഞാനാണ് പറയാറ് ആ, ഈ- ആ മറ്റുള്ളവർ എടാ നിന്നെ പറ്റി ഇങ്ങനെ, അതായത് നിന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ആ സംഭവം അല്ലാണ്ട് ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്രീസിയേഷൻസ് ആണല്ലോ. അപ്പൊ അവരുടെ തന്നെ നല്ല രീതിയിൽ പറയണം. നീ ഇങ്ങനെ പറയണം ഉള്ളിലുണ്ട്, ഇത് മുഖത്ത് വരണ്ടേ വരണ്ടേ ആ രീതിയിൽ പറഞ്ഞു അത് അങ്ങനെയാണെന്ന് എന്നുവെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. അങ്ങനെയാണ്. അങ്ങനെയാണ് പറ. ആറ്റിറ്റ്യൂഡോ ചാടയൊന്നും ഇടുന്നതല്ല അല്ലേ? ഫോട്ടോസിലൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ ഇരിക്കണല്ല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്നുള്ളൂ. ഫോട്ടോസ് മാത്രല്ല Photos ആൾക്കാര് മാത്രമല്ല, വന്ന് ആൾക്കാര് നമ്മളാ വന്ന് വരുമ്പോഴേ ആൾക്കാർ ഞാൻ പെട്ടെന്ന് ഇത് പാനിക് ആകും. പറയുമെന്നുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലെങ്കിലാണ് ഞാൻ റിപ്ലൈ കൊടുക്കണത്. അത് പിന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷെ ഞാൻ അവരെന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറയും. ഒരു ഇവരൊക്കെ പോയതിനു ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യും. മര്യാദക്കല്ലേ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തത്. അതെ ഈ കമ്പാരിസൺ ഒഴിവാക്കുക അല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ മറ്റുള്ളവരെ അവൻ അങ്ങനെയാണ്, അവർക്ക് അത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഇത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവര് യാത്ര പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പാരിസൺ വരുമ്പോഴാണ് പല റിലേഷനും അടി ഉണ്ടാവുന്നതും. ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് സ്റ്റോറി കാണുന്നത് തന്നെ നമ്മുടെ അറിവില് ഇതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്കിപ്പോ നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ല എന്നാലും അതധികവും അങ്ങനെയുള്ള എനിക്കത് കിട്ടുന്നില്ല അവർക്കത് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. കമ്പാരിസൺ ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു. ഉള്ളിലൊരു ഈഗോ ഒക്കെ തോന്നിയിട്ട്. നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണ് പ്രണയിക്കുന്നതെന്ന് പറയുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ അവനെ വേണ്ട അല്ലെങ്കിൽ അവളെ വേണ്ട? പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറെ വല്ല ചെക്കനെ കിട്ടിക്കൂടെ, ഈ ചേട്ടനെ തന്നെ കണ്ടോളാം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അശ്വലിനെ അങ്ങനെ പിന്നെ ചേച്ചിക്ക് പിന്നെ വേറെ ആരെങ്കിലും നോക്കിക്കൂടെ അങ്ങനെയൊക്കെ വന്ന് എന്റെ ഫ്രണ്ട്സ് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, ജഡ്ജ്മെന്റ് ആണ്. അതായത് അങ്ങനെയല്ല, ഇപ്പൊ രണ്ട് വ്യക്തികളെ വെച്ച് നോക്കുമ്പോ ഇവിടെ നന്നായിട്ട് പഠിക്കും, എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോ ഇവക്ക് പറ്റിയ ഒരാളെന്ന് പറയുമ്പോ ഇതേപോലെ തന്നെ ഒരാള് കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനത്തെ കോമൺ ആയിട്ട് പറഞ്ഞാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോ ഇവൻ ഇത് ഏതാണ്, അവിടെ ഇവിടെയൊക്കെ നടക്കണാണ്, അങ്ങാടങ്ങളൊക്കെ നടക്കണാണ്, വേറൊരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ. അങ്ങനെ ആൾക്കാരങ്ങനെ ചിന്തിക്കണില്ല. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മ ഇത്ര നാൾ വളർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യം സൊസൈറ്റിയുടെ ഒരു പയ്യൊക്കെ അല്ലേ എല്ലാം മാറുള്ളൂ. ലുക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ സെറ്റായ സമയത്തൊക്കെ കോളേജിൽ എന്റെ ക്ലാസ്സിൽ പഠിക്കണ എന്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടി നിനക്ക് വേറെ ഏതെങ്കിലും ചേട്ടനെ നോക്കിക്കൂടെ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് നേരെ പോയി വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണ പരിപാടിയൊന്നുമില്ല, എല്ലാ കാര്യവും അന്ന് പറയും. ഭയങ്കര ഓപ്പൺ റിലേഷനാണ്. അപ്പൊ ഹൈഡ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ചേട്ടന് എന്ത് തോന്നും എന്നൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല പക്ഷെ ഞാൻ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയല്ല നമുക്ക് എനിക്ക് എന്റെ സെൽഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതുണ്ട്. അതുപോലെ അതന്നെ സെൽഫ് റെസ്പെക്ട് അങ്ങനത്തെ ഉള്ളൊരു സംഭവം ഇല്ലാത്ത മനുഷ്യനാണ്. സെൽഫ് റെസ്പെക്ട് ഒട്ടുമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെ നിൽക്കണ ആൾക്കാര് രക്ഷപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാൻ സന്തോഷിക്കണ എന്റെ ഇതിൽ സന്തോഷിക്കണായിട്ടാണ് കൂടുതൽ കൂടെ നിൽക്കണവരൊക്കെ രക്ഷപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ എന്റെ അനിയൻ, എന്റെ അനിയത്തി, അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കണവരൊക്കെ രക്ഷപ്പെടുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാനൊരു ഇതുണ്ടാവില്ല. അതെന്റെ അനിയനാണ്, അങ്ങനെയാണ്, ഇങ്ങനെ എന്റെ ചേട്ടനാണ്. എനിക്ക് മാർക്കൊക്കെ കിട്ടുമ്പോ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടും, എന്റെ കൊച്ചാണ്. അത് ഭയങ്കര അങ്ങനെയുള്ളവര് കുറവാണ് സത്യം പറഞ്ഞ. മറ്റുള്ളവരുടെ സന്തോഷം കണ്ടെത്തുന്നവര് കുറവാണ്. ശരിയാണ്. അസൂയുള്ളവരാണ് അധികവും. അല്ല അതെനിക്കൊരു സന്തോഷമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട് എന്താണ് ഞാൻ അങ്ങനെയൊക്കെയാണ്, അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഒരു ഇതില്ലാണ്ടാണ് ഈ പറയണതൊക്കെ. സ്വയം നമ്മള് എപ്പോഴും നമ്മളെ സ്നേഹിക്കണം, നമ്മളെ ബഹുമാനിക്കണം, ഇടിച്ചു താഴ്ത്താതിരിക്കുക. നമ്മളാണ് ഏറ്റവും നല്ല ഇതെന്ന്. പക്ഷെ ഞാൻ വിചാരിക്കണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മ പറഞ്ഞില്ലെങ്കിലും അതൊരിക്കലും തെളിയിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇപ്പൊ ഞാനിവിടെ വന്ന് പറയണേ ഞാൻ അങ്ങനെയാണ് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞ ആൾക്കാര് അക്സെപ്റ്റ് ചെയ്യണമെന്ന് അത് സത്യമാവണമെന്നില്ല. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് വിജയിക്കണേൽ ഞാൻ സന്തോഷിക്കണമെന്ന് തന്നെ വെക്കാം. എനിക്കൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നാളെ ഒരിക്കലും അത് ആൾക്കാരറിയും. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു വലിയ ചിന്താഗതി വലിയ ചിന്താഗതി അല്ല, ഞാൻ അനഘയോട് പറഞ്ഞു, അത് സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. അല്ല, അത് നല്ലതാണ്. വെറൈറ്റി തോട്ടാണ്, അത് നല്ലതാണ്. എന്നുവെച്ചാൽ സ്വന്തം മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോ അത് നമുക്കൊരു സന്തോഷം, നമ്മുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയണം അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഇവള് രക്ഷപ്പെട്ടു എന്ന് പറയും, നമുക്ക് അങ്ങനെ ഒരു അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് കാര്യത്തിനാണ് നമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം. അവരെ രക്ഷപ്പെട്ടോ, ഓക്കെ. ഇപ്പൊ എന്റെ കൂട്ടുകാരെ രക്ഷപ്പെട്ടോ, അതെ ചെലവ് ചെയ്യണോട്ടാ, നമുക്ക് ആ ഒരു ഇത് അവിടെ തീർന്ന് നമ്മ രക്ഷപ്പെടുമ്പോ അവന്മാരെ അതുപോലെ നോക്കും. അപ്പൊ നമുക്ക് വേറെ ഇതൊന്നുമില്ല, മനസ്സിൽ വേറെ പ്രശ്നങ്ങളൊന്നും. ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ രണ്ടാള് തന്നെയാണ് ഫ്രണ്ട്സ്? വേറെ കുറെ ഞാൻ നല്ലപോലെ കൊണ്ടുപോണ ആളല്ല. ഞാൻ എപ്പോഴും ആരെയും വിളിക്കാറൊന്നുമില്ല, പക്ഷെ അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. വീട്ടില് വന്ന് വിളിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി എണീപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി, ഇങ്ങനെയൊക്കെ. ആരെ തിരിച്ച് അങ്ങോട്ടേക്കും ഒരു വിളിക്കൂല, പക്ഷെ എല്ലാവരും ഇങ്ങോട്ട് വരും. പക്ഷെ നമ്മൾ അങ്ങോട്ടും വിളിക്കണം. ഞാൻ കൊറേ പറഞ്ഞു ബാഡ് ക്വാളിറ്റിയാണ്. ഞാൻ കൊറേ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ മാത്രം നമ്മൾ അങ്ങോട്ട് വിളിക്കരുത്. അങ്ങനെ വിളിക്കണം എന്നല്ല പറഞ്ഞത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യണ രീതിയിലാവരുത്. എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. റീസെന്റ് ആയിട്ട് നമ്മ പുതുവൈപ്പ് ബീച്ചിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പൊ എന്റെ കമ്പനിക്കാരൊക്കെയാണ് അവിടെ, കമ്പനിക്കാരനുണ്ട് കൃഷ്ണേത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇവളും കൊണ്ട് വെറുതെ പോയതാണ്. എന്നിട്ട് ഇവനെപ്പോഴും വിളിക്കും, അവിടെ വാടാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒടിക്കുക, നാളെ വരാം മറ്റൊന്ന് വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് അവിടെ ചെന്നപ്പോ ഇവൻ ഞങ്ങള് വലിച്ച് സ്റ്റേജിൽ കയറ്റി അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിടണ്ടായില്ല. പക്ഷെ ഞാൻ അവനെ ഡെയിലി വിളിക്കാറില്ല, അവൻ വരാൻ പറയുമ്പോ ഞാൻ ചെല്ലാറില്ല. പക്ഷെ നമ്മളെ കണ്ടു കഴിയുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണത്. എല്ലാ ചേട്ടന്മാരും അടിപൊളി. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല, എപ്പോഴും വിളിച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല അല്ലേ? ആളല്ല, പക്ഷെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ മാറി. അതെന്താണ് ഒന്നും കണ്ടിട്ടൊന്നുമല്ല, വിളിച്ച് തന്നെ ചെയ്യണം എന്നില്ലല്ലോ, ഉണ്ടായാ മതിയല്ലോ. അടിക്കണ സമയത്ത് നമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കും. ഈ മദ്യത്തിന്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? എനിക്കറിയില്ല. ആ ഒരു റീലില് പറഞ്ഞല്ലോ, ജവാൻ ഓൾഡ് മങ്ക്. അതിക്ക് മുന്നേ എത്ര പേരെ വിളിച്ചു ചോദിച്ചെന്നറിയോ? ജവാൻ ഓൾഡ് മങ്ക്, ഡാനിയൽ പറഞ്ഞു അറിയാവുന്നൊക്കെ പറഞ്ഞു. ബക്കാടി ഞാൻ കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചിട്ടാണ്. അല്ല, അതിന്റെ വിലയാന്ന് പറഞ്ഞു. ലിറ്ററിന് അല്ലെ ക്വാർട്ടറിന് ലിറ്റർ അല്ല, അത് അറിഞ്ഞൂടായിരുന്നു, വില അറിഞ്ഞൂടായിരുന്നു. കൊറേ പേരെ വിളിച്ചു ചോദിച്ചു, എന്നിട്ട് കയ്യിലൊക്കെ എഴുതണം. അല്ല, ഞാൻ എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ അത് വിളിച്ചു ചോദിച്ചു. അപ്പൊ മദ്യത്തിന്റെ പേരൊന്നും അറിയില്ല? അയ്യോ അതൊക്കെ രണ്ടു മൂന്ന് പേര് പറഞ്ഞേ ഇഷ്ടമുള്ളൊരു മദ്യം. ജവാൻ അങ്ങനെ കൂട്ടുകെട്ടുകൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അത് കാരണം ഏതാണ് ഏറ്റവും പവർ? ഞാൻ ഈ ഫ്രൂട്ടിയും പെപ്സിയും ഒക്കെ കോളൊക്കെ അതിലുണ്ടല്ലോ. എനിക്കറിയില്ല, നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക്. പിന്നെ വേറെ ഒരു മദ്യം കൂടി പറഞ്ഞല്ലോ, കുറച്ച് മുന്തി, അതെന്തല്ലേ? അറിഞ്ഞോട്ടെ. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന. അപ്പൊ ഇനി പ്രണയിക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ? നിങ്ങൾ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ ബ്രേക്കപ്പ് ആവണമെന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിന്തിക്കാം. അപ്പൊ നിങ്ങള് പിന്നെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പോകുന്നില്ലല്ലോ, പോവരുത്. അല്ല, ബ്രേക്കപ്പ് എന്ന് പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയുണ്ടായി കഴിഞ്ഞ് നിർത്താന്ന് പറയും. അത് കണ്ട് രാവിലെ ഒന്നും അറിയാത്ത പോലെ ഒരു അതെന്താന്നറിയോ, ഞങ്ങൾ തല്ലുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പറഞ്ഞ് തീർക്കും. അതെനിക്ക് ഭയങ്കര വലിയ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തീർക്കണം. അതല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനിത് മറന്നു പോകും. അത് വേറെ കാര്യം. ദേഷ്യായിരുന്നെന്ന് രാവിലെ എണീക്കുമ്പോക്കും തല്ലെടുത്തുണ്ടായത് മറന്നു പോകും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 തല്ലുപിടിക്കാറധികം. പിന്നെ എഴുതി വെക്കോ തല്ല് പിടിച്ചു ഇന്ന്. അത് ഞാൻ ഇല്ല, ഞാൻ മറന്നു പോകും. ഇന്ന റീസൺ കൊണ്ടിട്ടാണ് തല്ലുപിടിച്ചത്. എന്നിട്ട് ഞാൻ വോയിസ് ഒക്കെ വെച്ചിട്ട് ഒരിക്കലും സ്വന്തമായിട്ട് വക്കീലന്മാരിങ്ങനെ റെഫറൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കൂല, പോയിന്റ്സ് ഒക്കെ അതുവരെയൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. എഴുതിയല്ലേ വോയിസ് അയച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതാണ് കാരണം. ഇതൊക്കെ ഞാൻ എന്താണെന്ന് പോലും അറിയാണ്ടാണ് ഞാൻ അടുത്ത ദിവസം നേറ്റ് വരുന്നത്. അപ്പൊ പറയുമ്പോ ഇന്നതൊക്കെയാണ് ഇങ്ങനത്തെ ആയിരുന്നു കാര്യം, ഒന്ന് റിവൈൻഡ് ചെയ്യും.
പിന്നെ 8 വർഷമൊക്കെ ആകുമ്പോൾ പ്രണയിക്കുമ്പോൾ ആൾക്കാർ പറയും കുറച്ച് നാളാകുമ്പോൾ ഇപ്പം ബ്രേക്കപ്പ് ആവും. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാടുള്ള നീണ്ടു നിൽക്കുന്ന റിലേഷനൊക്കെ ഇപ്പൊ ഭയങ്കര റെയർ ആണ്. അല്ല 10 വർഷം ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അല്ലേ 10 വർഷം പ്രണയിച്ച് ഞാൻ എന്റെ അറിവിൽ ഞാൻ പറയാം 10 വർഷം, നമ്മുടെ 8 വർഷമായിട്ടുള്ളൂ. 10 വർഷം പ്രണയിച്ചൊരു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയി പോയി. അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരെ കാര്യമല്ലേ, എന്ത് സംഭവിക്കാം. അല്ല നമുക്ക് ബ്രേക്കപ്പ് ആവാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല ഈ പറയണ ഞങ്ങൾ എന്ന് ബ്രേക്കപ്പ് ആകുമെന്നൊക്കെ അറിയാം. നിങ്ങൾ ബ്രേക്കപ്പ് ആവരുത് എന്നാണ് എന്നെ പോലെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണണം. ഇനി ഒരുപാട് കണ്ടന്റുകൾ ഇടണം. എന്താണ് ഇനി പ്രണയിക്കുന്നവരോടൊക്കെ നിങ്ങൾക്കൊന്ന് പറയാനുള്ളത്? ലാസ്റ്റ് അല്ല അതന്നെ, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് തീർക്കാം. പ്രണയിക്കുന്നവരോട് എന്റെ പോലത്തെ സ്വഭാവമുള്ള ആരെയും പ്രണയിക്കരുത് പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. അതായത് എനിക്ക് ഭയങ്കര ദേഷ്യ. അപ്പൊ ഈ എന്റെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്ത് ഇപ്പൊ ഇന്നീ കാണുന്ന ഞാനാക്കി മാറ്റി ചേട്ടാ. അപ്പൊ അതിലൊരു എന്താണ് പൊക്കണെന്നല്ല ഒക്കെ. അപ്പൊ അതിലൊരു അങ്ങനെ ചെയ്യാൻ പറ്റണ ആൾക്കാർ, അതായത് ഇപ്പൊ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിന്റെ പേരിലാണ് തല്ലുപിടിച്ച് പിരിഞ്ഞു പോണ്ട. അങ്ങനത്തെ ഒരു ബുദ്ധിയില്ലല്ലോ, അതാണ് പ്രശ്നം. അശ്വലിനെയാണ് ദേഷ്യപ്പെടാൻ തോന്നൂലല്ല, ചിരി തന്നെ കണ്ട ഭയങ്കര കോമഡിയാണ്. ദേഷ്യപ്പെടാറില്ല ചേട്ടാ, അധികം ദേഷ്യപ്പെടാറില്ല. അതാ പറഞ്ഞേ. ഈ പോയിന്റ്സ് ഒക്കെ നമ്മ തലയിൽ കുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അതിനുള്ള ബുദ്ധിയില്ല. അതാണ് ഞാനാണ് എന്തെങ്കിലും. അപ്പൊ ആത്മാർത്ഥമായിട്ട് ട്രസ്റ്റ് വേണോ അല്ലേ പ്രണയത്തിന്? ഇപ്പൊ ട്രസ്റ്റ് ആണ് കുറവ്. ട്രസ്റ്റ് അല്ലേ? അത് അല്ല ഞാൻ പറഞ്ഞ പ്രണയിക്കുന്നവരോട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ നന്നായിട്ടുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ അല്ലേ ഏറ്റവും വരുന്നത്? ശരിയാണ്. അപ്പൊ അതിന്റെ ഒരു നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞോളൂ ട്രസ്റ്റ് ഇഷ്യൂസിനെ പറ്റിട്ട്. അതിനൊക്കെയുള്ള ബുദ്ധിയുടെ ഞാൻ എന്നെ ഇട്ടേച്ച് പോയായിരുന്നില്ല. മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാവണ ഏത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അത് റിലേഷൻ അല്ല, അങ്ങനെ പറയാനായിട്ട്. അല്ലേ? അപ്പം നിങ്ങളെ പോലെ പ്രണയിക്കുക എല്ലാരും. എന്റെ ദൈവമേ, വേണ്ടേ? ഞങ്ങളെ പോലെ പ്രണയിക്കണ്ട. അപ്പൊ നിങ്ങളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്യണം. നന്ദി പറയണം. നന്ദി. ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ട്. സപ്പോർട്ടിങ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇത് 100K ആയി, അടുത്ത നമ്മൾക്ക് 100K കൂടുതലുള്ളത് ചെയ്യണം, കൂടുതൽ വരുത്തിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ഭയങ്കര കുറെ റെമ്യൂണറേഷൻ ഒക്കെ വന്ന് നല്ല മൈക്കൊക്കെ വാങ്ങി നിങ്ങൾ ഇനി കുറച്ചുകൂടി വിപുലീകരിച്ച് വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് വരണം ഇനി. അതൊക്കെ അതുകൂടി പറ. നിങ്ങളുടെ അതന്നെ നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടും നിങ്ങൾ നല്ലൊരു യൂണീക്ക് ആയിട്ട് തോന്നിയത് കൊണ്ടും ഒരുപാട് എന്താ വെച്ചാൽ കോമഡി ഒക്കെ ചെയ്യുന്ന അശ്വലിന്റെ ഒരു ഫാൻ ആയിട്ടുണ്ട് ഞാൻ. അശ്വൽ ഫാൻ ഗേൾ ഞാൻ എടുത്തരാം വിക്ക്. പിന്നെ അനഘയും നല്ല കേട്ടോ. ഇല്ല, എനിക്കില്ലേ എന്നെ പറഞ്ഞതിനേക്കാളും ചേട്ടന ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാ. എന്റെ ഇന്നലെ കൂടി എന്റെ ഒരാള് ചോദിച്ചോളൂ, ഇപ്പൊ ഇട്ടേക്കണ പോസ്റ്റ് ഇല്ലേ, അല്ല ഞങ്ങള് രണ്ടുപേരുള്ള ഒരു 3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ലൈക്ക് ഒക്കെ വന്നിട്ടുണ്ട്. എന്റെ മാത്രമുള്ള പോസ്റ്റിന് അധികം ലൈക്ക് ഒന്നുമില്ല. അപ്പൊ എന്റെ
അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അവിടെ എടുക്കുന്ന സാർമാരാണ്, അവരെന്ന് പറഞ്ഞു എടി നിങ്ങൾ ആഷിക്കിറ്റു പോലെ ആകും, ലാസ്റ്റ് അവനുള്ളത് കൊണ്ടിട്ടാണ് നിനക്ക് ഈ പോസ്റ്റിന് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള പോസ്റ്റിന് ലൈക്ക് കയറിയേക്കണത്, അല്ലാണ്ട് നിന്റെ ഒറ്റക്കുള്ള പോസ്റ്റ് നീ വേസ്റ്റ് ആണ്. അപ്പൊ എന്നിട്ട് നിന്റെ അക്കൗണ്ട് വഴി അവൻ എന്ത് ചെയ്യും, നല്ല റീച്ചിൽ കയറിയിട്ട് അവൻ അത്യാവശ്യം ഭയങ്കരമായിട്ട് വളർന്നു കഴിയുമ്പോക്കും എനിക്ക് കോംപ്ലക്സ് അടിക്കും, എനിക്ക് ഈഗോ അടിക്കും. അർജുൻ റെഡ്ഡി കാണുന്നവരെ പറഞ്ഞ തെറി അറിയും. അല്ല ആഷിക്കുവില് ഏറെക്കുറെ അങ്ങനെയല്ലേ. അതെ, സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നല്ലേ ഉള്ളൂ, അതെ അതെ. അല്ലെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. അല്ല എന്റെ ഇന്നലെ കൂടി ആകാശ് പറഞ്ഞതാണിത്, എന്റെ ഫ്രണ്ട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ അല്ല എന്റെ പറഞ്ഞാണ്, ഇന്നലെയും കൂടി പറഞ്ഞോളൂ. പറയാ കേട്ടില്ല. കൊറേ പേര് പറയുന്നുണ്ട്, പക്ഷെ ഇന്നലെ ഇത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നോക്കി, ഒന്നിച്ചുള്ള ഫോട്ടോ മിനിയാന്നിട്ട പിക്കിന് 10 പോയിന്റ് എന്തോ വന്നു ലൈക്ക്, അതിക്ക് മുന്നേ എന്തോ 11 പോയിന്റ്. എന്റെ ഒറ്റക്കുള്ളതിന് എന്തോ അധികം ഇതൊന്നുമില്ല, ചേട്ടൻ്റെ ഒറ്റക്കുള്ളതിന് അധികം ഒന്നുമില്ല. നിങ്ങൾ രണ്ടാളും ഉണ്ടാകുമ്പോഴാണ് ഭാഗ്യവും ഹാപ്പിയും. അതെ അല്ലെ, അപ്പൊ രണ്ടാളും ഇങ്ങനെ തന്നെ എന്നും ഉണ്ടാവട്ടെ. അപ്പോ ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞില്ലേ ടോക്കറ്റീവ്. അപ്പോ നിങ്ങൾ അവസാനിപ്പിച്ചോളൂ. നിങ്ങൾ ഇനിയും മുന്നോട്ട് ഇങ്ങനെ പോട്ടെ. എല്ലാ ആശംസയും ഭാവുകങ്ങളും നേരുന്നു. വലിയൊരു നടനാവട്ടെ.